തളിപ്പറമ്പ് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും അലഞ്ഞുതിരിഞ്ഞ് നാട്ടുകാർക്ക് പൊതുശല്യമായി മാറിയ കുതിരയെ തളിപ്പറമ്പ് നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം പിടിച്ചുകെട്ടി. നഗരസഭാ കാര്യാലയത്തിന് സമീപത്ത് സംരക്ഷണയിൽ കഴിയുന്ന കുതിരയെ ഉടമസ്ഥർ എത്തിയില്ലെങ്കിൽ ലേലം ചെയ്യാനാണ് തീരുമാനം. തളിപ്പറമ്പ് നഗരസഭയിലെയും സമീപ പഞ്ചായത്തിലെയും വിവിധ സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുന്ന കുതിര നാട്ടുകാർക്ക് ശല്യമായി മാറിയിട്ട് ഏറെക്കാലമായി. തളിപ്പറമ്പ് നഗരത്തിലും മന്ന, തൃച്ചംബരം, ചിറവക്ക്, സെയ്തുനഗർ, പുഷ്പഗിരി, കാര്യാമ്പലം, പുളിമ്പറമ്പ്, പട്ടുവം പഞ്ചായത്തിലെ അരിയിൽ, നാലാം തടം, പറപ്പൂൽ, അരിയിൽ കോളനി, മാധവനഗർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് കുതിര സ്ഥിരമായി എത്തിയിരുന്നത്. തളിപ്പറമ്പിലെ ഒരു വ്യക്തി വില കൊടുത്ത് വാങ്ങിയ കുതിരകളിൽ 2 ചത്തുപോയിരുന്നു. തുടർന്ന് മനോവിഷമത്തിലായ ഉടമ ഈ കുതിരയെ അഴിച്ചുവിടുകയായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ ഉടമയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വീട്ടുവളപ്പുകളിൽ തീറ്റ തേടിയെത്തുന്ന കുതിര കാർഷിക വിളകൾ തിന്നു നശിപ്പിക്കുകയും അലങ്കാര ചെടികളും മറ്റും നശിപ്പിക്കുന്നതും പതിവാണ്. പശുക്കൾക്ക് നൽകാൻ കൊണ്ടുവച്ച പിണ്ണാക്കും കാലിത്തീറ്റയും തിന്നു തീർക്കുകയും ഇതോടൊപ്പം പശുക്കളെയും ആളുകളെയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. നിരന്തരം പരാതികൾ ഉയർന്നതോടെയാണ് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് കുതിരയെ പിടിച്ചുകെട്ടാൻ നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകിയത്. പിടികൂടിയ കുതിരയെ ഉടമസ്ഥനെത്തിയില്ലെങ്കിൽ ലേലം ചെയ്യാനാണ് തീരുമാനമെന്ന് ക്ലീൻ സിറ്റി മാനേജർ എ.പി. രഞ്ജിത്ത് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലഞ്ഞിരിഞ്ഞ് നടന്ന കുതിരയെ നമ്മുടെ വർക്കേഴ്സിനെ ഉപയോഗിച്ച് പിടിച്ചു കിട്ടുകയും നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അത് ലേലം ചെയ്യാൻ കൂടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.